സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി പാതിരാത്രിയായപ്പോൾ എന്നെ ഒരു മാധ്യമ സുഹൃത്ത് വിളിച്ചു. മാധ്യമ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന അവന് സ്വന്തമായിട്ട് ചാനലുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു അവനും അവന്റെ വേറെ സുഹൃത്തുണ്ട്, അവനും ഓൺലൈൻ സ്വന്തമായിട്ട് ചാനലുള്ളവരാ. അവർ രണ്ടുപേരും അവരുടെ ക്യാമറാമാനും ഉണ്ട്. രണ്ടുപേർക്കും കൂടി ഒരു ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അവരവിടെ പോയിട്ട് വയനാട്ടിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. ചേട്ടൻ വരുന്നോ, ഞങ്ങൾ കൂടെ കാറിൽ സ്ഥലമുണ്ട് ചേട്ടൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ എന്തായാലും അങ്ങനെ അവിടെ പോയിട്ട് ലൈവ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും ഉദ്ദേശിക്കുന്ന ഒരാളല്ല. ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇതൊക്കെ കാണുന്ന അഭിപ്രായങ്ങൾ പറയുന്നതെന്നല്ലാതെ അവിടെ വന്നിട്ട് അങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊന്നും. അല്ല ചേട്ടൻ അവിടെ കാണുകയൊക്കെ ചെയ്യാലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നാണല്ലോ എനിക്ക്, പോകുന്നത് ശരിയല്ലടാ എന്ന് പറഞ്ഞു. നാളെ പേരൊന്നും പറയില്ല, ചാനലിന്റെ പേരും പറയുന്നില്ല. പോകുന്നത് ശരിയല്ല, കാരണം അവിടെ ചെല്ലുമ്പം ഈ സമയത്ത് അവിടെ പോയിട്ട് അങ്ങനെ റീച്ച് ഉണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത്. അപ്പോൾ അവൻ പറഞ്ഞു ഞാനും ഇത്രയും ഇപ്പൊ ഈ രാത്രിയിലാണ് പോകാൻ തീരുമാനിച്ചത് ഞങ്ങൾ രണ്ടുപേരും കൂടി. കാരണം നമ്മൾ പോകാതിരിക്കുന്നതാണ് ശരി എന്ന് കരുതി തന്നെ ഇരുന്നു. പക്ഷെ മറ്റ് ചില ചാനലുകളുടെ പേര് പറഞ്ഞു, ഓൺലൈൻ മീഡിയക്കാരുടെ. എന്നിട്ട് എന്നോട് പറഞ്ഞു അവരൊക്കെ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പം ഞങ്ങളുടെ പ്രേക്ഷകർ അങ്ങോട്ട് പോവുകയാണ്, ഞങ്ങളുടെ റീച്ച് കുറയുക, അവർ റീച്ച് കൂടുകയും ചെയ്യണം. അപ്പം ഞങ്ങൾക്ക് പോവുകയല്ലാതെ വേറെ ഒരവസ്ഥയിൽ വേറെ മാർഗവും മുമ്പിലില്ല. അതുകൊണ്ടാണ്, മനസ്സുണ്ടായിട്ട് പോകുന്നതല്ല, നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല, വിമർശിക്കാനൊന്നും പോയില്ല. ഞാൻ എന്തായാലും പോകുന്നില്ല എന്ന് വെച്ചു. പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കവളപ്പാറയിൽ തന്നെ കണ്ടത്. കവളപ്പാറയിൽ അത്രയും ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ക്യാമ്പ് ചെയ്തിരുന്നു. ഫ്രം ദ ഡേ 2 ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് പോകും, വൈകുന്നേരം തിരിച്ചു വരും, പിറ്റേ ദിവസവും പോകും. അതിന്റെ കൂട്ടത്തിൽ പക്ഷേ അവിടെ ഞാൻ ദുരന്തമുഖത്ത് പോയിട്ട് എനിക്കൊന്നും ഞാൻ തൂമ്പ എടുത്താൽ മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് പോലുമില്ല. അപ്പൊ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് പല ആളുകളും നമ്മൾ വ്യക്തിപരമായി പരിചയമുള്ള ബന്ധമുള്ള ഒരുപാട് പേരുടെ കുടുംബാംഗങ്ങൾ അവിടെയുണ്ട്, ഒക്കെയുണ്ട്. എന്റെ പ്രിയപ്പെട്ട പലരുടെയും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്, ഒക്കെയുണ്ട്. അങ്ങനെ 2-3 കുടുംബങ്ങളെ എനിക്കറിയാവുന്ന. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അവിടെ നിന്നിരുന്നത്. മുടി കിട്ടുമോ എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതിന്റെ കൂട്ടത്തിൽ പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഈ മറ്റു ജില്ലകളിൽ നിന്നൊക്കെയുള്ള ഈ അവിടേക്ക് ഈ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക്, കവളപ്പാറയിലേക്കല്ല, നിലമ്പൂർ ഭാഗത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന ഭാഗത്തേക്കൊക്കെ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് കിടക്ക, തലയണ, വസ്ത്രങ്ങൾ, കുക്കറുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പാത്രങ്ങൾ, തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങൾ, സാനിറ്ററി, അങ്ങനെ പാഡുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നു. ഭക്ഷ്യ വസ്തുക്കൾ, പയറ്, ചെറുപയർ, അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ ഇതൊക്കെ വന്നപ്പോൾ അത് എന്റെ വീട്ടിലാണ് കുറെ സ്ഥലത്തേക്ക് ഒരു സപ്ലൈ ചെയ്തിട്ട് ബാക്കി വരുന്ന എന്റെ വീടുകളിലാണ് പലരും കൊണ്ടുവന്നിറക്കിയിരുന്നത്. അവിടെയുള്ള ലോക്കലായിട്ട് എന്നെ പരിചയമുള്ള, അവർക്ക് മലപ്പുറത്ത് അധികം ബന്ധങ്ങളില്ലാത്തതുകൊണ്ട് നിലമ്പൂർ പരിചയമുള്ളത് എന്നെ ആയതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാർ പലരും എന്റെ വീട്ടിലിറക്കി വെച്ചിരുന്നു. എന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുക. അത് പലയിടത്തും എത്തിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ഓരോ പ്രദേശത്തും ഏറ്റവും കൂടുതൽ ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ എല്ലാം നഷ്ടപ്പെട്ട ചില പ്രദേശങ്ങളിലുള്ള പ്രാദേശികമായി അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും മതസംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ആളുകളെ വിളിച്ചിട്ട് വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവർക്ക് ആവശ്യമുള്ളത് വീട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞത് ഈ വയനാട്ടിലേക്ക് പോകുന്ന ആളുകൾ, കാഴ്ച കാണാൻ പോകുന്നവര്, ഇവരൊക്കെ വേറെ ഒരു ഓപ്ഷൻ മുമ്പിലില്ലാത്തതുകൊണ്ട് പോരാ. കാഴ്ച കാണാൻ പോകുന്ന ആൾക്കാർ അവിടെ ഉണ്ടാക്കുന്ന വലിയ തടസ്സമുണ്ട്. കാരണം ഏതെങ്കിലും ആൾ പറ്റി കിടക്കുന്ന ആളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ റോഡിൽ വരെ വളരെ നീണ്ട രീതിയിൽ ഇപ്പൊ ഗതാഗതക്കുരുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ കാഴ്ച കാണാൻ പോകുന്ന ആൾക്കാർ കുറേയുണ്ട് ദൂരെ. അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ പറ്റുന്നവര് അവർ ചെയ്യുകയാണെങ്കിൽ, അവർ പോവുകയാണെങ്കിൽ മനസ്സിലാക്കാം. ആൾക്കാർ ആലോചിച്ച് നോക്കുക, ആൾക്കാർ എല്ലാ രീതിയിലും അവിടെ കിടന്ന് കഷ്ടപ്പെടുക. ഈ JCB പോലും അങ്ങോട്ട് മൂവ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക. JCB ഉടമമാര് സ്വന്തം കയ്യിൽ നിന്ന് എണ്ണ അടിച്ച് കൊണ്ടുപോകാൻ തയ്യാറാ. അവിടെ ഇപ്പൊ മിലിറ്ററി അവിടെ ബെയിലിപ്പാലം നിർമ്മിച്ച് നാളത്തേക്ക് പൂർത്തീകരിക്കുമെന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. അവര് ഡൽഹിയിൽ നിന്നും ഒക്കെ അതിന് വേണ്ട സാധനങ്ങൾ, അതിന് വേണ്ട മെറ്റീരിയൽസ് അവിടെ എത്തിയിട്ടുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അതിപ്പോ ഇവിടേക്ക് നീങ്ങും. നാളത്തോടുകൂടി സൈന്യം പാലം പണിയുമെന്നുള്ളതാണ്. രാജ്യസഭയിൽ അമിത്ഷാ പറഞ്ഞത് 3 പാലങ്ങൾ പണിയുമെന്നുള്ളതാണ്, പല രീതിയിൽ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ദുരന്തം ബാധിച്ച എല്ലാ പ്രദേശത്തേക്കും എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പം JCBക്കാരൊക്കെ പോകാൻ തയ്യാറാണ്. അതേപോലെ തന്നെ ഈ മരം മുറിക്കാനൊക്കെ പോകുന്ന സാധാരണ കൂലിപ്പണിക്കാരായിട്ടുള്ള മനുഷ്യര് ഈ മരം മുറിക്കുന്ന മെഷീൻ അതിനകത്ത് സ്വന്തം കയ്യിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് പോയി കഷ്ടപ്പെടുക. അവിടെ മരങ്ങൾ മുറിച്ച് നിൽക്കുക. ഓരോ മനുഷ്യനും അവരാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അറിയാം നമുക്ക് അപകടസ്ഥിതിയൊക്കെ. ഇത്രയും വീടുകളുണ്ടെങ്കിൽ 500 വീടുകൾ ഉണ്ടായിരുന്നു, 540ഓളം വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത 540ഓളം വീടുകൾ, 6 ലയങ്ങൾ, അതിൽ ഒരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും വീടുകളുണ്ടെങ്കിൽ 540 വീടുണ്ടെങ്കിൽ 540 കിണറുണ്ട്. അപ്പൊ എവിടെ കിണറെന്നുള്ളത് ആർക്കും അറിയില്ല. ഈ ആളുകൾ ജീവൻ പണയം വെച്ചാൽ നിൽക്കുന്നത്. കാരണം ചിലപ്പോൾ ഇങ്ങനെ ചവിട്ടി പോകുന്ന കിണറിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ ചെടിയാ താന്നുപോകും. അത്ര റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ അവർക്ക് തടസ്സപ്പെടുത്തുക. ഞാൻ പറഞ്ഞല്ലോ, ഈ കാഴ്ച കാണാൻ പോകുന്നവരോ വണ്ടികളൊക്കെ കൂടെ വന്നിട്ട് അവിടെ കിടന്ന് ശല്യമായി കഴിഞ്ഞാൽ
ഏതെങ്കിലും ഒരാളെ ഗുരുതരമായി പരിക്കേറ്റ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ ഏറ്റവും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള വഴിയിൽ ഗതാഗത തടസ്സം ഉണ്ടാവും. ആംബുലൻസുകളൊക്കെ റെഡിയായിട്ടിരിക്കുക. ആംബുലൻസ് പിന്നെ ഹോസ്പിറ്റലുകളുടെ ആംബുലൻസ്, സ്വകാര്യ ആംബുലൻസുകൾ, സ്വയം തൊഴിൽ എന്ന രീതിയിൽ സ്വന്തമായിട്ട് പൈസ മുടക്കിയിട്ട് ആംബുലൻസ് മേടിച്ച് അത് ജീവിച്ച് പിന്നെ അത് ഓടിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ എല്ലാം അവിടെ പോയിട്ട് സന്നദ്ധരായിട്ട് നിൽക്കുക. സ്വന്തം കയ്യിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് ഈ വണ്ടിയും കൊണ്ട് അവിടെ ചെന്ന് നിൽക്കുക സഹായിക്കാൻ വേണ്ടി. നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണോ ചെയ്യുക എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരെ അവരെ തടസ്സപ്പെടുത്തരുത്. ഈ കാഴ്ച കാണാൻ മുതൽ കാഴ്ച കാണാനൊക്കെ വരുന്നവനെ അടിച്ചു വിടണം, അടിച്ചു ഓടിക്കണം അവിടെ നിന്ന് നാട്ടുകാർ. അതാ ചെയ്യേണ്ടത് കാഴ്ച കാണാൻ വരുന്നത്. മാധ്യമങ്ങളൊക്കെ ഇപ്പൊ ഇന്ന് പിന്നെ കർണാടകയിലെ മാതിരിയല്ല. എനിക്ക് തോന്നുന്നത് കർണാടക വിഷയത്തിൽ റിപ്പോർട്ടറിന് നല്ല വിമർശനങ്ങൾ എല്ലാം കൂടി ഉണ്ടായതുകൊണ്ടാവും റിപ്പോർട്ടറും വളരെ പാകതയിലാണ് ഇപ്പൊ ചെയ്യുന്നത്. എല്ലാ മാധ്യമങ്ങളും ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിം പിന്നെ ഉൾപ്പെടെയുള്ളവരാണ്. ഹാഷ്മിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഹാഷ്മിന്റെ ആ ഒരു വാക്കുകളുടെ സങ്കടം നമുക്ക് മനസ്സിലാവും. അത് എത്രത്തോളം മനസ്സ് വിഷമിച്ചാണ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം ഒക്കെയാണ് ഏറ്റവും കാര്യമായിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 24 ന്യൂസും പിന്നെ എല്ലാ മാധ്യമങ്ങളും വളരെ ഇവിടെ മാന്യതയും സഭ്യതയും വിടാതെ അവർ നിൽക്കുന്നുണ്ട്. കർണാടകയിൽ പോയപ്പോൾ കുറെ പേര് ഗോഷ്ഠി കാണിച്ച് തോന്നിവാസമൊക്കെ കാണിച്ചു. അത് ഇവിടെ ഉണ്ടായിട്ടില്ല. കാരണം കർണാടകയിൽ കാണിച്ച വരി ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പിടിച്ചടിക്കും, അറിയാം. കാരണം നാട്ടുകാർ ഇവരെ കഥാപ്രസംഗം കേൾക്കാനിരിക്കുകയല്ല. അതിന്റെ വിഷയമുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവിടെ എത്തിയിട്ടുണ്ട്. ജോർജ് കുര്യന്റെ കൂടെ കെ സുരേന്ദ്രനും സന്ദീപ് വാര്യരൊക്കെ ഉണ്ടായിരുന്നു. ജോർജ് കുര്യൻ അവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് അവിടുത്തെ പിന്നെ കേന്ദ്ര സേനകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. NDRF, നേവി, ആർമി, എയർഫോഴ്സ് ഇവരുടെ എല്ലാം പിന്നെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനാണ്. സംസ്ഥാന മന്ത്രിമാർ അവിടെയുണ്ട്. റിയാസ് ഉണ്ട്, വി അബ്ദുറഹ്മാനുണ്ട്, ശിവൻകുട്ടിയുണ്ട്, AK ശശീന്ദ്രനുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെല്ലാം തന്നെ രംഗത്ത് വളരെ സജീവമായിട്ടുണ്ട്. ആ രീതിയിൽ പോകുന്നു. പിന്നെ ഇപ്പൊ താൽക്കാലികമായിട്ട് ഇന്നലെ തന്നെ ഒരു ബ്രിഡ്ജ്, ചെറിയൊരു പാലം ഉണ്ടാക്കി. അത് നടന്നു പോകാനേ പറ്റുള്ളൂ. ഈ ബെയിലി ബ്രിഡ്ജ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈവൻ വലിയ പിന്നെ JCB ഉൾപ്പെടെയുള്ള കൂടുതൽ JCBകൾ അവിടെ എത്തിക്കാൻ പറ്റും. ഒരു JCB റിസ്ക് എടുത്ത് അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് അറിയുന്നു. അപ്പം സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ മിഷണറീസും കേന്ദ്രത്തിന്റെ കയ്യിലുള്ള പിന്നെ എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും അവിടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇറക്കിയിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ മറ്റേ ഈ മനുഷ്യ ശരീരത്തിന്റെ മൃതകത്തിന്റെ ആണെങ്കിലും മണം പിടിച്ച് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള സൈന്യത്തിന്റെ കയ്യിലുള്ള 3 വിദഗ്ധ പിന്നെ 3 നായ്ക്കൾ ഉൾപ്പെടുന്ന പിന്നെ നായ്ക്കളെ കൂടി അവിടെ എത്തിക്കുന്നുണ്ട്. സ്നിഫർ ഡോഗ് അങ്ങനെ അതിന് പറയുന്നത് തോന്നുന്നു. അവരെത്തുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം അവിടെ ഭക്ഷണത്തിന് ചികിത്സയ്ക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. മൃതശരീരങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് അങ്ങനെയാണ്. ജീവനോടെ കിട്ടാൻ സാധ്യതയുള്ള ആളുകളെ ആദ്യം തെരഞ്ഞെടുക്കാൻ നോക്കുക. അതിനുള്ള പറ്റുന്ന സ്ഥലത്താണ് ആദ്യം നോക്കുക. പിന്നീടാണ് മണ്ണൊക്കെ മാന്തി മരിച്ചു അവരെ പിന്നെ ബോഡി കിട്ടാനുള്ള ശ്രമം രണ്ടാമതാണ്, സെക്കൻഡറിയാണ്. പ്രൈമറി ആയിട്ടുള്ള പ്രാധാന്യം കൊടുക്കേണ്ടത് പരിക്ക് പറ്റിയ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക, കാര്യങ്ങൾ പിന്നെ ജീവനോടെ വന്നവർക്ക് ഭക്ഷണം എത്തിക്കുക, വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. അതിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതാണ് ചെയ്യേണ്ടത്. അതിലൊന്നും സംശയമൊന്നുമില്ല. ദുരന്ത നിവാരണമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വളരെ മാന്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മരുന്നുകൾ എത്തിക്കുന്നു. ആളുകൾ തുണിക്കട ഉടമ, ചെറിയ തുണിക്കടക്കാർ തൊട്ട് വലിയ ടെക്സ്റ്റൈൽ ശൃംഖലകളുള്ളവർ വരെ തുണികൾ എത്തിക്കുന്നു. കുറെ പേര് അവർ ഉടുത്ത് പഴകിയ തുണിയും കൊണ്ട് ചെല്ലുന്നുണ്ട്. അതങ്ങോട്ട് ആരും ചെല്ലണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവിടെ തന്നെ ഔദ്യോഗികമായിട്ട് അറിയിപ്പുണ്ട്. കാരണം നമ്മളിട്ടതിന്റെ പഴയതിടാൻ എല്ലാവരും നിൽക്കുന്നത്. പുതിയത് തന്നെ കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ അങ്ങനെ കേരളം ഒത്തൊരുമിച്ച് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഈ പാതാർ അപകടം ഉണ്ടായപ്പോൾ തന്നെ എനിക്കറിയാം. പാതാറിൽ ഈ കവളപ്പാറയിൽ ഉരുള് പൊട്ടിയ ഇത് ഉരുളുപൊട്ടലല്ല, മണ്ണിടിച്ചിലായിരുന്നു. അത് രാത്രിയാണെങ്കിൽ ആ രാത്രിക്ക് തൊട്ടുമുമ്പ് അന്ന് ഉച്ചയ്ക്കാണ് ഈ പാതാർ എന്ന് പറയുന്ന പ്രദേശം ഒലിച്ചു പോയത്, വീടുകളൊക്കെ തകർന്നു പോയത്. എനിക്കിപ്പോഴും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു പിന്നെ ഈ തോടാണത്, പുഴയൊന്നുമല്ല, തോടാണ്. തോടിന്റെ സൈഡിൽ വലിയ 2 നില കെട്ടിട. അദ്ദേഹം 10-35 വർഷം ഗൾഫിൽ അധ്വാനിച്ച് പിന്നെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ നേരത്ത് ഒരു വീട് നല്ലതുണ്ടാക്കി. ആ വീടിന്റെ അടിയിലെ നിലം പിന്നെ കടമുറിയായി. അപ്പൊ അതിന്റെ വാടകയും കിട്ടി ജീവിക്കാന്ന് കരുതിയിട്ട് പിന്നെ 10-60 വയസ്സായപ്പോൾ ഗൾഫെല്ലാം നിർത്തി നാട്ടിൽ പ്രവാസം അവസാനിപ്പിച്ച് വന്ന ആൾക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക. പിന്നെ ഉരുളുപൊട്ടി പറഞ്ഞപ്പോൾ ഉച്ചയ്ക്കാണ്. അവിടെ രാത്രിയിലാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ 100 കണക്കിന് മനുഷ്യർ അവിടെ മരിക്കുമായിരുന്നു പാതാറിൽ. അവിടെ ഉച്ചയ്ക്കായതുകൊണ്ട് കൃത്യമായിട്ട് ആൾക്കാർക്ക് പിന്നെ സംഭവം കാണാൻ കഴിഞ്ഞു, പിന്നെ ശബ്ദം കേട്ടു, ആൾക്കാർക്കെല്ലാം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. ഇയാൾ മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. ഇയാളെ വീട്ടുകാരൊക്കെ ഇറങ്ങി. ഇയാളെ വീട്ടിൽ നിന്ന് പോകുന്നില്ല. പാറക്കെട്ടുകളും വെള്ളം കൂടി ഒഴിച്ചു വരിക, വീട് തകരാൻ നിൽക്കുക, പിന്നെ വീട്ടിൽ ഇടിച്ചുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ ഇയാൾ ഇറങ്ങുന്നില്ല. ഇയാൾ പറയാ എന്റെ എല്ലാം പോവുകയല്ലേ, ഞാനും ഈ കൂട്ടത്തിൽ പോയിക്കോളാൻ. കാരണം ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. 10-35 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് പല രീതിയിലുള്ള പണി, പിന്നെ അറബി വീട്ടിലൊക്കെ പണിയെടുത്തുണ്ടാക്കിയിട്ട് വീടായിരുന്നു നിൽക്കുക. അയാൾ മാനസികമായിട്ട് അയാൾ ഒരു സൈക്കിക് ഡിസോർഡറിലേക്ക് പോയി. എന്തായാലും അയാളെ പിന്നെ ബലം പ്രയോഗിച്ച് പിടിച്ച് പിന്നെ കൈകൾ ബന്ധിച്ചിട്ടൊക്കെ അയാളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്. കാരണം മനുഷ്യന്റെ മാനസികമായിട്ട് തകർന്നു പോയി. അപ്പം ഈ
ഈ കിണറുകളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് മരണസംഖ്യ നമ്മൾ പറയുന്നിടത്തൊന്നും നിൽക്കില്ല. ഞാൻ ഇന്നലെ തുടക്കത്തിന് ആദ്യം തന്നെ രാവിലെ തന്നെ ഞാൻ പറഞ്ഞു 100 മേലേക്ക് പോകുന്നു. അപ്പോൾ 10-21 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. പിന്നീട് ഞാൻ പറഞ്ഞു കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമല്ല, ഏറ്റവും വലിയ ദുരന്തമായിട്ട് മാറുകയാണെന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ ഒരു അവസ്ഥ പിന്നെ മരുന്നുകൾ എത്തിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, മരമുറി യന്ത്രങ്ങൾ സ്വന്തം കയ്യിലുള്ള അതിർത്ത് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരെല്ലാം കൊണ്ടുവന്നിട്ട് എല്ലാ മനുഷ്യനും അവിടെ ഒത്തൊരുമിച്ച് നിൽക്കുക. അതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല, എല്ലാവരും ഉണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവിടെ എത്തി, BJP സംസ്ഥാന പ്രസിഡന്റ് എത്തി, കേന്ദ്രമന്ത്രി എത്തി, സംസ്ഥാന മന്ത്രിമാർ അവിടെയുണ്ട്, നാളെ മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കും, ഒക്കെയുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ചിലർ പിന്നെ പപ്പുമോൻ എത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമയത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് അവിടെ വരാൻ പറഞ്ഞാൽ ഒന്ന് പിന്നെ ഹെലികോപ്റ്റർ ലാൻഡിങ്ങിന് അവിടെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി വരുന്ന പോലെയൊന്നുമല്ല, പ്രധാനമന്ത്രി വരുന്ന പോലെ തന്നെ അത് ഇസഡ് കാറ്റഗറി പിന്നെ സെക്യൂരിറ്റി ഉള്ള ഒരാളാണ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഒക്കെ. അവര് വരുമ്പം അവരെന്റെ അഭിപ്രായത്തിൽ വരാതിരിക്കുക എന്നുള്ളത്. രാഹുൽ ഗാന്ധി വന്നില്ല എന്ന് പറഞ്ഞ് വിമർശിക്കുന്നവര് ഈ സമയത്ത് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നതിനകത്ത് യാതൊരു ഔചിത്യമില്ല. അദ്ദേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മർദ്ദം കൊണ്ടായിരിക്കും വരുന്നത്. അദ്ദേഹം വരാതിരിക്കുന്നല്ല, അദ്ദേഹം വരുമ്പോൾ അത്രയും നേരം അവിടുത്തെ വർക്ക് മുഴുവൻ സ്റ്റക്കാവും. അത്ര സെക്യൂരിറ്റി സംവിധാനങ്ങളോടുകൂടി വരുന്ന ഒരാളാണ്, ഈ കമാൻഡോകളുടെ പിന്നെ സെക്യൂരിറ്റിയോടുകൂടി വരുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. മാത്രമല്ല പഴയ രാഹുൽ ഗാന്ധി അല്ല, ഇപ്പൊ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, ഒപ്പോസിഷൻ ലീഡറാണ്. അപ്പൊ രാഹുൽ ഗാന്ധി വരുമ്പോൾ അവിടെ അതിലേക്കായിരിക്കും ഫോക്കസ് വരിക. എല്ലാം പിന്നെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വരണം. അത് അവിടുത്തെ ഈ പിന്നെ രക്ഷാപ്രവർത്തനങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് രാഹുൽ ഗാന്ധി എത്തിയില്ല, വയനാട് MP എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് അത് CPM ചോദിച്ചാലും BJP ചോദിച്ചാലും അത് തെറ്റാണെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ ഒന്നും ഇപ്പോൾ അവിടെ വരേണ്ട സ്ഥലമല്ല. പക്ഷെ രാഹുൽ ഗാന്ധി ഇവരുടെ ഈ സമ്മർദ്ദം കൊണ്ട് സ്ഥലം MP എന്നുള്ള രീതിയിൽ വരാൻ നിർബന്ധിതനായി പോകുന്നതാണ്. അങ്ങനെ സമ്മർദ്ദത്തിലാക്കരുത്. വരാതിരിക്കുന്ന ഔചിത്യം കാണിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ കൃത്യമായിട്ട് നടക്കട്ടെ. ഞാൻ ചെല്ലുമ്പം പിന്നെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെ അത് പ്രതികൂലമായിട്ട് ബാധിക്കരുത്, അതിന് തടസ്സം നേരിടരുതെന്ന് കരുതിയിട്ടാവും വരാതിരിക്കുന്നത്. അതാണ് ഇപ്പൊ കാണിക്കേണ്ട മാന്യത. ആൾക്കാർക്ക് വായി തോന്നെല്ലാം വിളിച്ചു പറയാം. വിമർശിക്കാൻ വേറെ കുറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം അടുത്ത സ്റ്റോറിയിൽ. സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു നിസ്സംഗത, ഒരു ദുരന്തം ഉണ്ടായിട്ടല്ല ഇടപെടേണ്ടത്. ദുരന്തം ഉണ്ടായിട്ടല്ല, റോഡിൽ കുഴി കുഴിച്ചിട്ടിട്ട് ഏതെങ്കിലും സ്കൂട്ടറുകാരൻ അതിനകത്ത് വീണ് മരിച്ചു കഴിയുമ്പോഴല്ല പിന്നീട് കുഴി ഓർക്കേണ്ടത്. കുഴി അവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് അടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ അതിന്റെ ചുറ്റും പിന്നെ ഈ മറ്റേ എന്താ പറയാ മുന്നറിയിപ്പ് ഉള്ള രീതിയിൽ അതിനുള്ള റോപ്പൊക്കെ കെട്ടി ബാരിക്കേഡൊക്കെ വെച്ച് എന്നിട്ട് കുടി കുടിക്കണം. അറിയാതെ പോയിട്ട് വെള്ളം നിറഞ്ഞ് കിടക്കുമ്പോൾ കുടിക്കാത്ത പോയിട്ട് ചാടിയിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് കുടി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ആ രീതിയിലുള്ള നിസ്സംഗത ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. കാരണം പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറയാം, ഇനിയിപ്പോ അതിനായിട്ട് അല്ല വേണ്ട, ആ വിഷയത്തിലേക്ക് പിന്നീട് വരാം. അതാകുമ്പോൾ രണ്ടും കൂടി ക്ലബ് ചെയ്ത് പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആൾക്കാർ അവിടെ വന്നിട്ട് പിന്നെ ആവശ്യമില്ലാതെ തടസ്സപ്പെടുത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമാണ്. നമ്മുടെ എല്ലാ സംവിധാനം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ആ പൈലറ്റിനാണ് സല്യൂട്ട് കൊടുക്കേണ്ടത്. എത്ര റിസ്കി ആയിട്ടുള്ള ലാൻഡിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. ഒന്ന് അവിടേക്ക് പറന്നെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. മരങ്ങളും കുന്നുകളും ഒക്കെ നിൽക്കുന്ന സ്ഥലത്താണ് പോകുന്നത്. പിന്നെ എയർഫോഴ്സിന്റെ പിന്നെ ഹെലികോപ്റ്ററാണ്. പിന്നെ ഇത്തരം മേഖലകളിൽ യുദ്ധമേഖലകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്, അതുമാണ്. പക്ഷെ അവിടെ ലാൻഡ് ചെയ്യാന്നുള്ളത് ഭയങ്കര റിസ്കി ആയിരുന്നു. കാരണം ഒന്ന്, ഈ സർഫസ് പ്ലെയിൻ അല്ല, ഒരു റോഡ് ഒരിത്തിരി സ്ഥലത്തേ ഉള്ളൂ. ഇതിന്റെ ഈ 3 ചക്രം കഷ്ടി കുത്തി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അത്ര ഒരു സ്പേസേ ഉള്ളൂ. അവിടെ കൊണ്ടുവന്നിട്ട് ആ പൈലറ്റ് ലാൻഡ് ചെയ്തപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാ രീതിയിലും ചെയ്യുന്നുണ്ട്. സൈന്യം, പിന്നെ കരസേന, അവരുടെ മെഡിക്കൽ വിഭാഗം, അവരുടെ എഞ്ചിനീയറിംഗ് വിഭാഗം, അതേപോലെ തന്നെ പാങ്ങോട് എന്നുള്ള വിഭാഗം, 100 കണക്കിന് സൈനികർ വീണ്ടും അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ NDRF, പിന്നെ വ്യോമസേന, നേവിയിൽ നിന്നുള്ള വിദഗ്ധർ, അതേപോലെ തന്നെ മലയാളികൾ ഒന്നായി അവിടെ എത്തി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവര്, തൂമ്പെടുത്ത് കളിക്കാൻ പറ്റുന്നവര്, JCB-ക്കാര്, ആംബുലൻസുകാര്, പിന്നെ ആതുര ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്നവര്, എല്ലാവരും അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. ഈ ഒരു ഒത്തൊരുമ ഇനിയുള്ള കാലത്ത് ഉണ്ടാവണം എന്നുള്ള. കാരണം മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കഷ്ടപ്പെടുമ്പം മറുവശത്ത് രാഷ്ട്രീയത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന പിന്നെ ഒരു സംസ്കാരത്തിലേക്ക് ഇനിയും കേരളം തിരിച്ചു പോകരുത്. കാരണം ഇത്രയുള്ളൂ മനുഷ്യൻ എന്നുള്ള തിരിച്ചറിവാ വേണ്ടത്. ഇനിയുള്ള കാലത്തും ഇലക്ഷൻ ആകുമ്പോൾ തമ്മിലൊക്കെ മത്സരിച്ചോ, എല്ലാവരും അവരുടെ വിശ്വാസം കൊണ്ട് കിടന്നോ. പിന്നെ എന്റെ മതം നല്ലത് മറ്റേ മതം മോശം എന്നുള്ളത് പറയാൻ പോകരുത്. നിരീശ്വരവാദികൾ പറഞ്ഞോട്ടെ, നിരീശ്വരവാദികൾ എല്ലാ മതം മോശമാണെന്ന് പറയാം. എന്റെ മതം നല്ലത് മറ്റേ മതങ്ങളൊക്കെ മോശം എന്ന അഭിപ്രായം പറഞ്ഞ് പരമത വിദ്വേഷം ഉണ്ടാക്കരുത്. അല്ലെങ്കിൽ എല്ലാ മതത്തെയും വിമർശിക്കുക, അല്ലെങ്കിൽ പരസ്പരം അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, മതം മാറ്റാൻ നടക്കാതിരിക്കുക, രാഷ്ട്രീയത്തിൽ മാറിപ്പോയി എന്നുള്ളതിന്റെ പേരിൽ വെട്ടാനും കുത്താനും പോകാതിരിക്കുക എന്നുള്ളൊക്കെ ഒരു രീതിയിൽ ഇപ്പൊ വയനാട്ടിൽ കണ്ടിട്ടുള്ള ഒത്തൊരുമ ഇനിയുള്ള കാലത്ത് മലയാളികൾക്കിടയിൽ ഉണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്. പിന്നെ എല്ലാ പാർട്ടിയും അതിൽ ശ്രദ്ധിക്കണം, എല്ലാ മത നേതൃത്വവും അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേരളം ഇനിയുള്ള കാലം കൊണ്ട് കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. സാംസ്കാരിക രംഗത്ത് മാറ്റം ഉണ്ടാവും, കേരളത്തിന്റെ കൾച്ചറാകം മാറും, കേരളത്തിന്റെ പിന്നെ വികസന രംഗത്ത് ഗുണം ചെയ്യും. മലയാളികളുടെ പ്രബുദ്ധത അങ്ങനെയാണ് തെളിയിക്കേണ്ടതെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഈ സമയത്ത് തോന്നിയിട്ടുള്ളത്.